സുഹൃത്തുക്കളെ, മമ്മൂക്ക എന്ന മുസ്ലിം ഒരു തീവ്രവാദിയാണോ? ഇങ്ങനെ ചോദിക്കുമ്പോൾ സംശയമൊന്നും വേണ്ട. ഞാൻ വല്ല തീവ്രവാദ വർത്തമാനം വേണ്ടി പറയാൻ വന്നതൊന്നുമല്ല. ജയേഷ് എന്ന് പറയുന്ന സിനിമ നടന് കഴിഞ്ഞ ദിവസം കർണാടകയിൽ വെച്ചിട്ട് ഒരു ടാക്സി ഡ്രൈവർ വിളിച്ചു. ആ ഊബർ ടാക്സി ഡ്രൈവറുടെ പേര് ഒരു മുസ്ലിം നാമധാരിയാണ്. അതുകൊണ്ട് മാത്രം ആ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ആ ഒരു മനുഷ്യനെ മുസ്ലിം തീവ്രവാദി എന്നാണ് ജയകൃഷ്ണൻ വിളിച്ചത്. അങ്ങനെ അതുവരെ പരിചയമില്ലാത്ത ആ ഒരു മനുഷ്യനെ, ആ ഒരു മുസ്ലിം നാമധാരിയെ, ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന് ഒരു മുസ്ലിം തീവ്രവാദിയായിട്ട് അയാളെ തോന്നുന്നുണ്ടെങ്കിലോ, ഒപ്പം സഞ്ചരിക്കുന്ന വേറെ ആൾക്ക് കൂടി അയാൾ ഒരു തീവ്രവാദിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ക്രിസംഗി കൂടി ഒപ്പം പോകുന്നുണ്ട്, അയാൾക്കും ആ ഒരു ഡ്രൈവർ ഒരു തീവ്രവാദിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ ചോദിക്കുന്ന സിമ്പിൾ ചോദ്യമാണ്. അവിടെ CBI എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ 5ാമത്തെ വേർഷൻ സിനിമയിൽ അഭിനയിച്ച ഒരു നടൻ കൂടിയാണ് നമ്മുടെ ഈ ഒരു കൃഷ്ണകുമാർ എന്ന് പറയുന്നത്, അതും നമ്മുടെ മമ്മൂക്കയുടെ ഒപ്പം. അതുകൊണ്ട് ഞാൻ തുടക്കം ചോദിച്ചേ, ഈ ചെങ്ങാതിക്ക് പുറമേയുള്ള അറിയാത്ത ഏതൊരു മനുഷ്യൻ തീവ്രവാദിയാണ് എന്ന് ഇയാൾക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതുവരെ പരിചയമുള്ള മുസ്ലിമായിട്ടുള്ള നമ്മുടെ മമ്മൂക്കയും ഇയാളുടെ മനസ്സിൽ ഒരു തീവ്രവാദി തന്നെ ആവില്ലേ? അതൊക്കെ കെടുക്കട്ടെ. ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉത്തരം തരാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കുകയാണ്. ഇനി ആ ഒരു കൃഷ്ണകുമാറിന്റെ മാപ്പ് അപേക്ഷയിലേക്ക് കടക്കാം. ഈ മാപ്പ് എന്ന് പറയുന്ന പദം സംഘികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരു വാക്കാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്നുണ്ട്. കാരണം ഇവന്മാര് മദ്യപിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, പിറ്റേസം മാപ്പ് പറയുന്നു. അല്ലെങ്കിൽ ഇവന്മാര് എന്തെങ്കിലുമൊക്കെ വർഗീയ വർത്തമാനം പറയുന്നു, കേസായി കഴിഞ്ഞ പിറ്റേസം നിരൂപാധികം മാപ്പ് പറയുന്നു. സുഹൃത്തുക്കളെ, ഈ സിനിമാ നടൻ അങ്ങ് കർണാടകയിൽ പിടിച്ചു വെച്ചിട്ട് നാട്ടുകാർ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു നമ്പർ 1 അവസ്ഥയാണ്. നാടക്കേടിന്റെ അങ്ങേത്തല. ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് എവിടേക്ക് പോവാന്നല്ലേ? ഇനി ഇയാളെ മാപ്പപേക്ഷ കേൾക്കാം. നാട്ടുകാർ പിടിച്ചു വെച്ചിരിക്കാണ്. ആ നൃത്തം നോക്കിയ സുഹൃത്തുക്കളെ, അതിൻ്റെ ഇടയ്ക്ക് പറയാം, എൻ്റെ 2 കുട്ടികൾക്കും ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഇത് പറയുമ്പോഴേ മനസ്സിലാക്കണം. നിങ്ങളൊക്കെ മനസ്സിനുള്ളിൽ, ഇവന്മാരൊക്കെ മനസ്സിന്റെ ഉള്ളില് അതിഭീകരമായ തീവ്രവാദ വർത്തമാനമുണ്ടതാ. ഇപ്പം നിൽക്കുന്ന നൃത്തം നോക്കി, 2 കൈയും കൂട്ടിപ്പിടിച്ചിട്ടുള്ള നൃത്തം നോക്കി. കാരണം ഇയാൾക്ക് മനസ്സിലായി സംഗതി കയ്യിൽ നിന്ന് വിട്ടുപോയിന്ന്. സുഹൃത്തുക്കളൊക്കെ ഇപ്പം നടക്കുന്ന സമയത്തെ ഉള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ലഹരി ഉണ്ടോ ഇല്ലയോ എന്ന് വലിയ പിടുത്തമൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് അറിയാതെ വന്നു പോയതായിരിക്കും ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ഒരു തീവ്രവാദ വർത്തമാനം. ആ സംഗീതം പുറത്തു വന്നതാ. അതും കർണാടകയിൽ. നമ്മുടെ കേരളത്തിൽ വെച്ച് ഈ പ്രശ്നമൊന്നുമില്ല. കേരളത്തില് ഒന്നും പറയണ്ട, ഈ CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒക്കെ ഭരിക്കുന്നെങ്കിലും ഇമാതിരി വർഗീയ വർത്തമാനം പറയുന്ന ആൾക്കാരൊന്നും പിടിച്ച് അകത്തിടുന്ന പരിപാടിയൊന്നും ഇല്ല. കേസൊന്നും ഉണ്ടാവില്ല, ചുമ്മാ തള്ളിപ്പോവും. ഇതിനേക്കാൾ അപ്പുറം വർഗീയ വർത്തമാനം പാച്ചയ്ക്ക് പറഞ്ഞു നടക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആൾക്കാർ. ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആൾക്കാർ പോകുന്നുണ്ട്. രാഷ്ട്രീയമാണെന്നേ, പക്കാ രാഷ്ട്രീയം. എന്തായാലും സിനിമാ നടൻ പെട്ടു, സംഘി പെട്ടു എന്ന് പറയാം. ബാക്കി ഞാൻ മാപ്പപേക്ഷയാണേ. കോളേജിൽ തുടങ്ങിയിരിക്കുന്നത്. ഓ കഷ്ടം. ഇനിയിപ്പോ അയാളൊരു മലയാളം ആയതുകൊണ്ടായിരിക്കാം, ഒരു സിനിമാറൊക്കെ ആയതുകൊണ്ടായിരിക്കും ഒരു അല്പസ്വല്പമൊക്കെ സ്നേഹത്തോടുകൂടി നാട്ടുകാരൊക്കെ പെരുമാറുന്നത്. എന്തൊക്കെ ചോദിക്കുന്നു, ഞാനല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഹിന്ദിയിലാണത്രേ ആ ഒരു കർണാടകക്കാരനെ തെറി വിളിച്ചത്, അതും മുസ്ലിം തീവ്രവാദി എന്ന് വിളിച്ച്. പിന്നെ ബാക്കി മലയാളത്തിലും. മലയാളം അങ്ങനെ കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരാണ് കന്നഡക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം കഷ്ടമാണ്. ഏറെക്കുറെ കന്നഡ ആയാലും തെലുങ്കായാലും മലയാളമായാലും എന്ത് തേങ്ങയായാലും നമ്മൾ മലയാളികൾക്കും ലോകത്തല്ലാത്ത ആളുകൾക്ക് ഏറെക്കുറൊക്കെ മനസ്സിലാവും. ഇന്ത്യക്കാർക്ക്, ലോകത്തല്ല ഇന്ത്യക്കാർക്ക് മനസ്സിലാവും. എന്തായാലും ഈ ചെങ്ങാതി സംഗതി പറഞ്ഞു എന്നുള്ളതാണ്. ബാക്കി കാണാം.
എന്തായാലും ആ ശബ്ദങ്ങൾ അത്ര വ്യക്തമല്ല. മാപ്പ് പറഞ്ഞു എന്നാണ് ഇപ്പൊ കേൾക്കുന്ന വിവരം. മാപ്പ് പറയും. സംഘികളുടെ ജന്മാവകാശമാണ്. അതവരെ സംഘികളുടെ ജീവിതത്തിന്റെ ഒരു അഭിലാഷമാണ് അവർക്ക്. എല്ലാവർക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തണം എന്നൊക്കെ പലപ്പോഴും അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. എന്തൊക്കെയായാലും സുഹൃത്തുക്കളെ, ഞാൻ ഈ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് കിടക്കാണ്. കാരണം ഇതേ മനുഷ്യൻ, ഈ കൃഷ്ണകുമാർ, നമ്മുടെ മമ്മൂക്കയുടെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ടെന്നേ. മമ്മൂക്കയുടെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. അത് ഏതാ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഏതായിരുന്നു ആ സിനിമ? നമ്മുടെ ആ ഒരു CBI 5 എങ്ങാണ്ടാണ് ഇദ്ദേഹം അഭിനയിച്ചത്. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു വാർത്ത കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. അതിൽ ഇങ്ങനെ പറയുന്നത്, ഇദ്ദേഹം 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായിട്ട് വന്നൊരു വാർത്തയാണ്. ഇദ്ദേഹം പറയുന്നത്, സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് മമ്മൂക്കയോടും ലാലേട്ടനോടുമാണ്. ഒപ്പം സിനിമ ചെയ്യുന്നത് ഒരു ഊർജമാണ്. മാത്രമല്ല മമ്മൂക്ക തരുന്ന മാനസിക പിന്തുണ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇങ്ങനെയൊക്കെ 2007 പറഞ്ഞ ഒരാളാണ് ഇപ്പോൾ ഇമാതിരി വർഗീയ വർത്തമാനം പറയുന്നത്. ഇനി മാനസിക പിന്തുണ എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ആ ഉദാഹരണം എങ്ങനെയാണ്? വൺസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വൺ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയം അതിലെ കഥാപാത്രത്തിന് വേണ്ടി മുന്നിലെ മുടി മുഴുവൻ വടിച്ചിരുന്നു. മമ്മൂക്ക ഇത് കണ്ടു. എന്താ മുടിയൊക്കെ വടിച്ചതെന്ന് ചോദിച്ചു. ഗെറ്റപ്പ് ചേഞ്ച് ആകട്ടെ മമ്മൂക്ക എന്ന് മറുപടിയായി ഞാനും പറഞ്ഞു. അത് കഴിഞ്ഞ് സിനിമയുടെ ചിത്രീകരണത്തിന്റെ അവസാനത്തോടടുത്തപ്പോൾ എന്റെ കഥാപാത്രത്തിന്റെ നീളം കുറഞ്ഞു. അവസാന ദിവസം മമ്മൂക്കയ്ക്ക് ഇക്കാര്യം മനസ്സിലായി. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മുടി വടിച്ചെന്ന് ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ, നമുക്ക് വേറെ നല്ല സാധനം ചെയ്യാം. ആ വാക്കുകൾ നമുക്ക് തരുന്നൊരു ആത്മവിശ്വാസമുണ്ട്. തകർന്നിരിക്കുമ്പോൾ എവിടെ നിന്നോ വരുന്നൊരു ശക്തി, അതൊക്കെയാണ് നമ്മെ നിലനിർത്തുന്നത്. ശരിയ സുഹൃത്തുക്കളെ, നല്ല കാര്യമാണ്. ഇങ്ങനെ മമ്മൂക്കയെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പക്ഷേ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യന് പോലും ഈ ചങ്ങാതിക്ക് ഇപ്പോ ഭയങ്കര വർത്താനൊക്കെയാണ് 2007 പറഞ്ഞ്. ആ 2007 കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം എത്ര വർഷമായി? 2025 ആയില്ലേ? അപ്പോ എന്താ പറയുന്നത്, ഇയാൾ ഈ അടുത്ത കാലത്ത് പോലും സിനിമയിൽ ഇയാളിപ്പോ അഭിനയിച്ചിട്ടുണ്ട്. വണ്ണം എന്ന് പറയുന്ന സിനിമയിൽ അടക്കം അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇയാളുടെ മനസ്സിൽ ഈ വർഗീയ ചിന്താഗതി പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ മമ്മൂക്ക എന്ന് പറഞ്ഞ ആ മനുഷ്യനോട് കൂടി അഭിനയിക്കുമ്പോൾ പോലും ഇയാളുടെ മനസ്സിൽ, കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഇയാളുടെ മനസ്സിൽ മമ്മൂക്ക ഏതൊരു മാപ്പിള, ഏതൊരു മുസ്ലിം തീവ്രവാദി എന്നായിരിക്കില്ല ഇവരൊക്കെ മനസ്സിൽ. പാവം മമ്മൂക്ക ഇങ്ങനെ ഒന്നും കരുതുന്നില്ല അല്ലേ? മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇതൊന്നും ചിന്തിക്കുന്നില്ല. കഴിവുള്ളവർ ആരായാലും അവരൊക്കെ പിടിച്ചിട്ട് കൊണ്ടുവരുന്നു. ഒരു മടിയില്ലാതെ അദ്ദേഹം പിടിച്ചു കൊണ്ടുവരും. കഴിവുള്ളവർ ആരായാലും, കഴിവുള്ള സംവിധായകന്മാരെ തെരഞ്ഞെടുക്കും, കഴിവുള്ള എഴുത്തുകാരെ തെരഞ്ഞെടുക്കും, അവരോട് എഴുതാൻ ഊർജം കൊടുക്കും. നിങ്ങൾ എഴുതറോ എന്ന് പറയും. കഴിവുള്ള നടന്മാരൊപ്പം അഭിനയിക്കാൻ ഒരു മടിയും കാണിക്കില്ല, അത് ചെറിയ വേഷമാണെങ്കിൽ. ഇങ്ങനെയൊക്കെ ജാതി നോക്കാതെ, മതം നോക്കാതെ സിനിമയിലേക്ക് ആളെ കൊണ്ടുവരുന്നു, സംവിധായകരെ കൊണ്ടുവരുന്നു, എഴുത്തുകാരെ കൊണ്ടുവരുന്നു, പാട്ടുകാരെ കൊണ്ടുവരുന്നു, നല്ല സിനിമാറ്റോഗ്രാഫറെ കൊണ്ടുവരുന്നു, നല്ല എഡിറ്റേഴ്സിനെ കൊണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ തന്നെ എന്താ പറയുക, മമ്മൂക്ക ജാതിയോ മതം നോക്കാതെ അശരണരായിട്ടുള്ള എല്ലാവരും സഹായിക്കുന്നു. ഒരുപാട് ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നു. മാപ്പിളാർക്ക് മാത്രം നടത്തിയാൽ മതി, ഞാൻ തരുന്ന കായ് കൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളെ മാത്രം ഹൃദയ ശസ്ത്രക്രിയ നടത്തിയാൽ മതി എന്നൊന്നും പറയുന്നൊരു മനുഷ്യനല്ലെന്ന്. അല്ലെങ്കിൽ ഞാൻ പാലിയേറ്റീവ് തുടങ്ങിയിട്ടുണ്ട്, അത് മുസ്ലിങ്ങളെ മാത്രം നോക്കാൻ വേണ്ടിയിട്ട് അല്ലെന്ന്. കേരളത്തിലെ ജാതി മതം നോക്കാതെ എല്ലാവരും അതിൻ്റെ ഒരു സംരക്ഷണം ഏറ്റുവാങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെയൊക്കെയുള്ള മമ്മൂട്ടി അടക്കം നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തോടൊക്കെ അഭിനയിക്കുമ്പോഴെങ്കിലും ഒരു അല്പസ്വല്പമൊക്കെ ഒരു മതേതര ബോധത്തിലേക്ക് ഈ നടന്മാരൊക്കെ എത്തണ്ടല്ലേ? അല്ലെങ്കിൽ ഇത്ര സംഖ്യകളൊക്കെ സിനിമയിൽ ഇപ്പോഴുണ്ട്. അവരോടൊപ്പം അഭിനയിക്കുന്ന മുസ്ലിങ്ങൾ കരുതേണ്ടത് ഇവന്മാർ ഞങ്ങൾ വെറും മുസ്ലിം തീവ്രവാദികളായിട്ടാണ് മാത്രമായിട്ടാണ് കരുതുന്നതെന്നല്ലേ? അല്ലെങ്കിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത, അതുവരെ പരിചയമില്ലാത്ത ഒരു മുസ്ലിമായിട്ടുള്ള ഊബർ ഡ്രൈവറെ പോയിട്ട് ഹിന്ദിയിൽ മുസ്ലിം തീവ്രവാദി എന്നും മലയാളത്തിൽ തെറിയും വിളിക്കുമോ? കഷ്ടമല്ലേ ഇതൊക്കെ? ബൈ സുഹൃത്തുക്കളെ, ഞാൻ അത് അവസാനിപ്പിക്കുന്നു. ഇത് 2ാമത്തെ വീഡിയോ ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. നമ്മുടെ ചെറിയ ചാനലാണ്, നിങ്ങൾ ആദ്യമായിട്ട് കാണാമെങ്കിൽ സബ് ചെയ്യണേ. അപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ, ഹാവ് എ നൈസ് ഡേ.